السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി ഗ്രഹിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ വിരോധിക്കപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിവരിച്ചു തരുന്ന റിയാദുസ് സാലിഹീനിലെ അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹദീസുകളിലേക്ക് വരാം. ഒന്നാമത്തെ ഹദീസ്, عن عمر بن الخطاب رضي الله عنه قال النبي صلى الله عليه وسلم الميت يعذب في قبره بما نيح عليه وفي رواية ما نيح عليه متفق عليه. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അൽ മയ്യിത്തു, ഒരു മയ്യിത്ത്, യുഅദ്ദബു ഫീ ഖബരിഹി, തൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഒരു മയ്യിത്ത് അവൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഉദ്ദിബ യുഅദ്ദബു, ശിക്ഷിക്കപ്പെട്ടു, അദാബ്, ഫീ ഖബരിഹി, അവൻ്റെ ഖബറിൽ. എന്ത് കാരണത്താൽ? ബിമാ നീഹ അലൈഹി, അവൻ്റെ മേൽ വിലപിച്ച് കരഞ്ഞതിൻ്റെ പേരിൽ. അവൻ്റെ ബന്ധുക്കൾ അവൻ്റെ മേൽ വിലപിച്ച് കരഞ്ഞതിൻ്റെ പേരിൽ ആ മയ്യത്ത് ഖബറിൽ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ, മാ നീഹ അലൈഹി, അവൻ്റെ മേൽ കരയുന്നിടത്തോളം കാലം എന്നാണ് ഉള്ളത്. ആ വ്യക്തിയുടെ പേരിൽ ആരൊക്കെ എത്ര കാലം കരയുന്നുണ്ടോ, കരയുന്നിടത്തോളം കാലം ആ വ്യക്തി ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇവിടെ സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറയുന്നത്? എന്തേപ്പതിന് മയ്യത്ത് ഉത്തരവാദിയാണോ? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയവും ആദ്യ കാലഘട്ടത്തിലേ നടന്ന ഒരു ചർച്ചയുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു മൗലികമായ തത്വമുണ്ട്, വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറാ, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കേണ്ടി വരില്ല. മറ്റൊരാൾ ചെയ്ത പാപത്തിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടൂല, നിങ്ങൾ ശിക്ഷിക്കപ്പെടൂല. വലാ തസിറു വാസിറത്തുൻ, ഭാരമേൽക്കുന്ന ഒരാളും ഭാരമേറ്റെടുക്കേണ്ടി വരില്ല. വിസറ ഉഖറ, മറ്റൊരാളുടെ ഭാരം. അപ്പം നമ്മൾ ചെയ്ത പാപങ്ങൾക്കേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള പൊതു തത്വത്തിനെതിരല്ലേ ഇത് എന്ന ചർച്ച ഈ വിഷയത്തിൽ വന്നപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ വ്യാഖ്യാനിച്ചത്, അതിൻ്റെ ഉദ്ദേശം ഇവിടെ കരഞ്ഞതുകൊണ്ട് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല, മറിച്ച് കുടുംബങ്ങൾ ഇവിടെ കരയുന്നു, അതേ അവസരം ഈ മയ്യത്ത് ഖബറിൽ അയാൾ കാഫിറും മുശ്രിക്കും തെമ്മാടിയും ഒക്കെ ആയിട്ട് മരിച്ചുപോയതിൻ്റെ പേരിൽ അയാൾക്ക് ഖബറിൽ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതവിടെ ശിക്ഷയും കിട്ടുന്നു, ഇപ്പുറത്ത് ഇവിടെ ഊക്കനായ കരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നേ അതിന് അർത്ഥമുള്ളൂ എന്നാണ് ആര് മനസ്സിലാക്കിയത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഭൂരിപക്ഷം സഹാബിമാർ മനസ്സിലാക്കിയതിന് വിരുദ്ധമായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അഭിപ്രായം പറഞ്ഞ അപൂർവം ചില മസ്അലകളിൽ ഒരു മസ്അലയാണിത്. ഭൂരിപക്ഷം സഹാബാക്കളും ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വിവരണത്തിന് വിയോജിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാ പറഞ്ഞ വ്യാഖ്യാനം ശരിയാവില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത്. എന്നാലും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഈ ആയത്തിനോടത് പൊരുത്തപ്പെടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് ഞാനത് ഇനിയും പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വലിയ പാണ്ഡിത്യമുള്ള വലിയ പണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അവരങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പഴുതുണ്ട് എന്നുള്ള നിലക്ക്. എന്നാൽ ഭൂരിപക്ഷം സഹാബിമാരും അവരെ തെളിവാക്കിയിട്ടുള്ള മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവരിതിനെ രണ്ടിനെയും കൂടെ, രണ്ടും തള്ളണ്ട, രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ സംഭവത്തെ അവരെന്ത് ചെയ്തത്? വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതെന്താണ്? എല്ലാ പണ്ഡിതന്മാരും, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞതെന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ആളുകൾ കരയുന്നത് കൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുന്നത്
സാധാരണഗതിയിൽ ശിക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ ഇത് സ്പെഷ്യൽ കേസാണ്. 2 ഘട്ടങ്ങളിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുക. ഒന്ന്, ജാഹിലിയത്തിൽ ഒരു പതിവുണ്ടായിരുന്നു. അയാൾ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കുടുംബങ്ങളോടൊക്കെ വസിയത്ത് പറയും. എന്ത്? ഞാൻ മരിച്ചങ്ങൾ നന്നായിട്ട് എൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ലോണം കരയണം. അതിന് കൂലിക്ക് വരെ ആൾ ഏർപ്പാട് ചെയ്തിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. ചില കവിതാ ശകലങ്ങളിലൊക്കെ നമുക്ക് കാണുവാനും സാധിക്കും. ഇദാ മിത്തു ഫൻഈനി ബിമാ ഹുവ അഹ്ലുഹു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി നഈ നടത്തണം. നഈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മരണവാർത്ത നല്ലോണം പരസ്യപ്പെടുത്തണം, വലിയ പബ്ലിസിറ്റി കൊടുക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് പറയണം. മാത്രമല്ല ഫശഖിൽ ജുയൂബ്, മാറൊക്കെ പിളർത്തി വസ്ത്രമൊക്കെ വലിച്ചു കീറി എൻ്റെ പേരിലുള്ള ദുഃഖം നിങ്ങൾ നന്നായി പ്രകടിപ്പിക്കണം എന്ന് വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു അറബികളിൽ. അപ്പം അതവർ വലിയ ഒരു സ്റ്റാറ്റസിൻ്റെ, ഒരു അന്തസ്സിൻ്റെ ചിഹ്നമായിട്ടാണ് അവർ കണ്ടിരുന്നത്. എന്ത്? നമ്മൾ മരിച്ചാൽ പിന്നെ അയാൾ കാണാനൊന്നുമില്ലെങ്കിലും അയാളുടെ പേരിൽ ഇവിടെ ഭയങ്കര എന്ത് നടക്കണം? വിലാപങ്ങൾ നടക്കണം, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി വസിയത്തും എഴുതി വച്ചിരുന്നു. അറബികളുടെ പല കെട്ട സംസ്കാരങ്ങളിൽപ്പെട്ട ഒരു സംസ്കാരം എന്ന് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. കള്ളിനോടുള്ള ആർത്തി കൊണ്ട് വസിയത്ത് പത്രം എഴുതി വച്ചിരുന്ന അറബികളുണ്ടായിരുന്നു. ഇദാ മിത്തു ഫദ്ഫിന്നി അലാ ജൻബി കർമത്തിൻ തുറവ്വി ഇളാമി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി മറമാടണേ. അറബികൾ എഴുതി വെക്കുന്ന വസിയത്താ. തുറവ്വി ഇളാമി ബഅദ മൗതി, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ മുന്തിരിയുടെ ചാറ് ആസ്വദിക്കണം. കാരണം മുന്തിരിക്കള്ള് ഇങ്ങനെ പല വിധത്തിൽ കുടിച്ച് ശീലിച്ചിട്ട് ഇത് മരിച്ചാൽ മുടങ്ങിപ്പോയരുത്. അതുകൊണ്ട് മുന്തിരിവള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് വേണം എന്നെ കുഴിച്ചിടാന്ന്. മരിച്ചാൽ അത് കിട്ടാതെ പോകുമോയെന്ന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങളത് നടപ്പിലാക്കണമെന്ന് വസിയത്ത് എഴുതി വെച്ചിരുന്നു. അക്കൂട്ടത്തിലൊരു വസിയത്തായിട്ട് ഇതും കണ്ടാൽ മതി. മരിച്ചാൽ എൻ്റെ പേരിൽ ഗുണമൊക്കെ ചൊല്ലി പറഞ്ഞിട്ട് അങ്ങനെ. അതിനുവേണ്ടി കൂലിക്കാരെ ഏർപ്പാട് ചെയ്യും. അങ്ങനെ കൂലിക്കാരെ അവർ വന്നിട്ട് എന്ത് ചെയ്യും? അവർക്ക് യാതൊരു ദുഃഖമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ നാട്ടിലല്ലേ മരിച്ചാൽ വിളിച്ചു പറയാൻ ചില അനൗൺസ്മെൻറ്റിന് ആൾക്കാരെ ഏൽപ്പിക്കൂലേ? അനൗൺസ്മെൻറ്റിന് ഏൽപ്പിക്കും. ഇന്നാലിന്ന വ്യക്തിയുടെ ഇന്നാലിന്ന മകൻ, ഇന്ന ആചേര്, ഇന്ന പാത്തുമ്മക്കുട്ടി, ഇന്ന അഹമ്മദാക്ക മരണപ്പെട്ട വിവരം വളരെ വ്യസനത്തോടെ അറിയിക്കുന്നു. എനിക്കത് അവൻ്റെ പണിയാണിത്. അവനെല്ലാവരും മരിച്ചാലും വ്യസനത്തോടെ എന്ന് പറയും. വ്യസനം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അള്ളാഹു ആയാലും. അപ്പം അങ്ങനെ ഇന്നുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു ആ വ്യസനം പ്രകടിപ്പിക്കലും വല്ലാത്തൊരിതൊക്കെ. അപ്പം അത് തന്നെയും അങ്ങനെ വിളിച്ചു പറയണ്ട എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതൊക്കെ ഒഴിവാക്കണം എന്നാണ്. എന്നാൽ ജനാസംസ്കാരത്തിന് ആളുകൾ ധാരാളമായി എത്തട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി ആധുനികമായ സംവിധാനങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതോ അതിനുവേണ്ടി ആളുകളെ അറിയിക്കുന്നതോ ഒന്നും ഒരു ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ അതുപോലും ഒഴിവാക്കല നല്ലത്. അങ്ങനെ വല്ലാതെ പബ്ലിസിറ്റി കൊടുത്ത് അറിഞ്ഞവർ വരട്ടെ, അല്ലാതെ എല്ലാവരും ഇങ്ങനെ അറിയിച്ചിട്ടില്ല എല്ലാവരും കൂടെ എത്തിച്ചേരാൻ വേണ്ടി അങ്ങനെ ആക്കേണ്ടതൊന്നുമില്ല എന്നഭിപ്രായപ്പെടുന്ന ആളുകളും ഉണ്ട്. എല്ലാവരും സൂക്ഷ്മതയോടുകൂടെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവർ തന്നെയാണ്. അപ്പോൾ എന്തോ ആകട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ രൂപത്തിൽ തൻ്റെ മരണശേഷം തനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ഗുണഗണങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാൻ വേണ്ടി വസിയത്ത് പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾ മരിച്ചാൽ ഈ പ്രവൃത്തി അവർക്ക് വേണ്ടി ഇവിടെ ചെയ്യുമ്പോൾ അവരത് കാരണത്താൽ ഖബറിൽ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും എന്നാണ് ആ പറഞ്ഞത്. അപ്പം പിന്നെ ആയത്തിനെതിരുവായില്ല. എന്തേ കാരണം? ഇയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്? അനുഭവിക്കുന്നത്. അയാളല്ലേ പറഞ്ഞത്, അയാളല്ലേ ഇതിന് വസിയത്ത് കൊടുത്തത്, അപ്പം അയാൾക്കത് കിട്ടണം. ഒന്ന്. ഇനി രണ്ടാമത്തത്, വസിയത്ത് പിന്നെ പറഞ്ഞതൊന്നുമില്ല, പക്ഷെ ഇയാൾക്ക് അറിയായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഞാൻ മരിച്ചാൽ അതൊക്കെ നടക്കുന്നു. അതറിഞ്ഞിട്ടും മൂപ്പരെന്ത് ചെയ്തില്ല? പ്രത്യേകിച്ച് അത് ചെയ്യണം എന്ന് പറയുകയും ചെയ്തില്ല, ചെയ്യണ്ടെന്നും പറഞ്ഞില്ല. ഞാൻ മരിച്ചാൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതേ എന്നൊന്നും എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. അപ്പോൾ ഒരു മൗനസമ്മതത്തിലായി. അപ്പോൾ അയാൾ എന്തായി? കുറ്റക്കാരനായി. കാരണം അയാൾക്കറിയാം തൻ്റെ കുടുംബത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇവിടുത്തെ പാരമ്പര്യവും മാമൂലും നാട്ടാചാരമൊക്കെ എന്താണെന്ന് അയാൾക്കറിയാം. അതറിഞ്ഞിട്ടും അയാളത് വിരോധിച്ചില്ല. ഇവിടെ നിന്ന് നമ്മൾ അപ്പോൾ അയാൾ കുറ്റക്കാരൻ തന്നെയാണ് ഫലത്തിൽ. എന്തേ കാരണം? ഇങ്ങനെ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അയാളത് തീരിട്ടില്ല, അയാളതിനെ വിരോധിച്ചിട്ടില്ല. വിരോധിച്ചിട്ടും ചെയ്താൽ പിന്നെ അയാൾ കുറ്റക്കാരനും ആകുന്നില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സഹാബിമാരൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നൊരു മേഖലയാണ്.
നമ്മുടെ പാരമ്പര്യത്തിലും കുടുംബത്തിലുമൊക്കെ മരണവീട്ടിൽ ഇസ്ലാമികമല്ലാത്ത അനാചാരങ്ങൾ നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്തും നമ്മൾ ശേഷക്കാർക്ക് വസിയത്ത് കൊടുക്കണം. ഇന്നതൊന്നും ഞാൻ മരിച്ചാൽ ചെയ്യരുത്, ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആചാരത്തിൽപ്പെട്ടതല്ല അത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മരണ വീടുകളിൽ നടത്തും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ പറയാനുള്ള, വേണ്ടി വന്നാൽ എഴുതി വെക്കാനുള്ള, കാരണം അത് മരിച്ചാൽ പിന്നെ പല വീടുകളിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. വളരെ ആദർശ രംഗത്ത് കണിശതയുള്ള ആളുകൾ പോലും 2 സ്ഥലങ്ങളിൽ പിന്നെ മറ്റുള്ളവരാണ് കൈകാര്യക്കാരായി മാറുക, വീട്ടുകാരൻ ഇങ്ങോട്ട് മാറിക്കും. ഇതൊന്ന് നാട്ടിൽ നടപ്പിൽ കാണാറുള്ളൊരു കാര്യമാണ്. ഒന്ന് വിവാഹത്തിൻ്റെ മേഖലയാണ്. എൻ്റെ പണം കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ മോൻ്റെയോ എൻ്റെ മോളെയോ കല്യാണം നടക്കാൻ പോണത്. പക്ഷേ നടത്തുക പിന്നെ നാട്ടുകാരാണ്. പൈസ മാത്രം അവർ ഇറക്കൂല, പൈസ ഒക്കെ എൻ്റെത്. നാട്ടിൽ നടക്കുന്ന സർവ്വ തോന്നിയാസങ്ങളും പിന്നെ ആരാ ചെയ്യുക? മറ്റുള്ളവരാ. അവിടെ പിന്നെ ഞാനാണ് മൗനം പാലിക്കല, ഞാനവിടെ ഒരു പൂച്ചക്കുട്ടിയാവും. അതിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? ഓര് ചെയ്യല്ലേ, ഓരൊക്കെ കൂടിയാണ് തീരുമാനിക്കല്ലേ. അവിടെയാണ് ഗഡ്സ്, ആണത്തം, നട്ടെല്ല് കാണിക്കേണ്ട സമയമാണത്. ഞാനാ പൈസ ഇറക്കുന്നത്, എൻ്റെ മോളെ കല്യാണം ഞാനാ തീരുമാനിക്കുന്നത്. എൻ്റെ കല്യാണത്തിന് എന്ത് നടക്കണം, എൻ്റെ വീട്ടിലെ കല്യാണത്തിന് എന്ത് നടക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് ആ കുടുംബനാഥനും ആ കുടുംബത്തിലെ മെമ്പർമാരും, വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണോ പിന്നെ മകനോ വാപ്പയോ ഉമ്മയോ, ആ 4 ആളാ തീരുമാനിക്കേണ്ടത് ഒരു കുടുംബത്തിലെ കാര്യം. പോർമ്മക്കാരല്ല, എളാപ്പി മൂത്താപ്പി അളിയനും കൂട്ടുകാരും ഫ്രണ്ട്സും ഒന്നുമല്ല ഒരു വീട്ടിലെ വിവാഹത്തിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്. അത് ആണത്തമുള്ളവരെല്ലാവരും തീരുമാനിക്കണം. അത് ഞങ്ങളെ കാര്യമാണ്, അത് ഞങ്ങളാണ്. അതിന് തെറ്റണോ തെറ്റും, വരാതാവുന്നോ വരാതാവും. അവിടെയാണ് പലപ്പോഴും മറ്റുള്ളവരുണ്ട് കൈയടക്കും രംഗം. നമ്മളിവിടെ പൂച്ചക്കുട്ടിയായി മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവർ രംഗമാണ് കൈയടക്കും. അതിൽപ്പെട്ടൊരു മേഖലയാണ് വിവാഹരംഗം. 2ാമത്തെ രംഗമാണ് മരണവീട്. മരിച്ചാലും അവിടെ പിന്നെ അങ്ങനെയാണ്. പിന്നെ വേറെ ചില ആളുകളാണ് കൈകാര്യത്തിന് വരും. ബന്ധപ്പെട്ടവർക്കൊന്നും അവിടെ ഒരു സ്ഥാനമല്ല. മക്കൾ മാറി നിൽക്കുക, പാപ്പ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഇവരൊക്കെയാണ് മാറി നിൽക്കുക. അവരൊക്കെ സങ്കടത്തിലല്ലേ. അവരിപ്പോൾ അവിടെ മറ്റൊരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ തർക്കിക്കാനൊന്നും വരൂല എന്നുള്ള ഒരു അവസരത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവിടെ നമ്മൾ മൗനിയായിക്കൂടാ, പറയണം. ഇതെൻ്റെ ബാപ്പയാണ്, എൻ്റെ മോനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, ഞാനാണ് ഈ വീട്ടിൽ, എൻ്റെ കാര്യമാണ്, ഞങ്ങളുടെ വീടാണ്, ദയവായി മാറി നിൽക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതനുസരിച്ച് മരണം വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ കുടുംബം ജീവിച്ചിട്ടുള്ളൂ. ദയവായി പ്രശ്നത്തിന് വഴിവെക്കാതെ നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറയാനുള്ള ഗഡ്സും ഈമാനികമായ ഒരു കരുത്തും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അവിടെ വേറെ പ്രശ്നം ഉണ്ടാവില്ലേനൊന്നും വിചാരിക്കരുത്. എന്ത് പ്രശ്നം? നമ്മളെ വീടാണ്. അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് ആരും ചെയ്യണ്ട. അയൽ വീട്ടിൽ പോയിട്ടോ മറ്റുള്ളവരുടെ കാര്യത്തിലോ നമ്മൾ പോയിട്ട് ഇടപെടരുത്. നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പൂച്ചക്കുട്ടിയായി മാറി നിൽക്കരുത്. അവിടെയും തന്നെ മറ്റുള്ളവരാണ് രംഗം ചെയ്യില്ല. അവരിങ്ങോട്ട് വരും, അവനാണ്ട് ഏർപ്പാടിയും മൂലയന്മാരെ 10 ആളൻ വിളിച്ചോളി, നേരെ തീർത്തി കസേരട്ട് കൊടുത്തു, ഓർക്ക ഖുർആൻ ഒരുക്കോളിയടാ. കാരണം പിന്നെ ഇവിടെ അങ്ങനെ അവൻ്റെ ദേഷ്യം അങ്ങനെ തിളക്കാണ്. മരിച്ചവന് കൂലിട്ടിനേക്കാണ് അപ്പുറം അവൻ്റെ വാശ്യ. ആ നിലക്കുള്ള ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ജനാസ എടുക്കുമ്പോൾ അൽ ഫാത്തിഹ ഭയങ്കര ഉച്ചത്തിൽ വിളിക്കും, വലിയ ദുആ ഇറക്കും, എല്ലാവരുടെ പേരിലും പാർസലാക്കി അയക്കും. ജനാസ കൊണ്ടുപോകുമ്പോൾ സാധാരണ മയ്യത്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ അത്യുച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. കാരണം അവനക്കത് ഇഷ്ടമല്ല എന്ന് ഇവർക്കറിയാം. അവനെ ഒന്ന് ചൊടിപ്പിക്കാൻ, അവൻ്റെ ദുഃഖാർത്തരായ കുടുംബങ്ങളുടെ ഹൃദയത്തിൽ തീ കോരിയിടാൻ ആ അവസരം ദുരുപയോഗപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ദുഷ്ടലാക്കോടെ സംഘടനാ നയം പ്രകടിപ്പിക്കുന്ന പക്ഷപാതികളുണ്ട്. തിരിച്ചറിയണം. അവിടെയൊക്കെ നമ്മളാണ് കൈകാര്യക്കാരായിട്ടുണ്ടാവേണ്ടത്. അവിടെ നിന്നും പൂച്ചക്കുട്ടിയായി ചൂളി നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ 2 ഇടങ്ങളിൽ അത് നമുക്കധികാരമുള്ളോടത്താ പറയുന്നത് കേട്ടോ, അല്ലാത്തോടത്ത് ഇടപെടരുത്. അത് വിവാഹ വീടാണെങ്കിലും ശരി, മരണ വീടാണെങ്കിലും ശരി, നമുക്കധികാരമില്ലാത്തിടത്ത് നമുക്കവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇസ്ലാം പറഞ്ഞിട്ടുമില്ല. നിങ്ങളിൽ ഒരാളൊരു അനിസ്ലാമികമായ കാര്യം കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു ഓരോരുത്തരുടെയും കഴിവുകളനുസരിച്ചേ അവനോട് ഇടപെടാൻ പറഞ്ഞിട്ടുള്ളൂ.
മൻ റആ മിൻകും മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ഒരാൾ ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ടത് തടയട്ടെ. എല്ലായിടത്തും അത് പ്രായോഗികമാവില്ല. കൈ കൊണ്ട് തടയാനുള്ള ഫസ്റ്റ് ചാൻസ് കൊടുത്തത് ആർക്കാണ്? കൈ കൊണ്ട് തടയാൻ അധികാരമുള്ളവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് പറ്റുമോ? എനിക്കിപ്പോൾ വേറൊരു വീട്ടിൽ പോയിട്ട് കൈ കൊണ്ടൊരു തെറ്റ് തടുക്കാൻ എനിക്ക് പറ്റുമോ? പറ്റൂല. എനിക്ക് എൻ്റെ വീട്ടിൽ പറ്റും, എൻ്റെ അധികാരപരിധിയിൽ പറ്റും. അതാ പറയണത്. അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റും, അധികാരമുള്ള രാജാവിന് പറ്റും, അധികാരമുള്ള പട്ടാളമുള്ള ആളുകൾക്ക് പറ്റും. അവരുടെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും പറ്റൂല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ തന്നത്. ഫമൻ ലം യസ്തതി', ഒരാൾക്ക് അതിന് കഴിയില്ലെങ്കിൽ എന്തു ചെയ്യട്ടെ? അവനെ നാവ് കൊണ്ടതിനെ എതിർക്കണം, പറയണം. പറയാലോ, എൻ്റെ അഭിപ്രായമാണ്, ഞാൻ പറയണം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇത് ചെയ്യരുത്, അരുത് എന്ന് നാവ് കൊണ്ട് നമുക്ക് ഉപദേശിക്കാം. അതിനും സാധ്യമല്ലാത്തിടങ്ങളുണ്ടാകും. അതുകൊണ്ട് പറയാനും നിവൃത്തിയില്ലെങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ടതിനോട് വെറുപ്പ് രേഖപ്പെടുത്തണം. മാനസികമായിട്ട് അതിനോടുള്ള പിന്തുണ പിൻവലിക്കണം. ആ നിലക്ക് പോലും ഒരാൾ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും ദുർബലമായ ഈമാനിൻ്റെ ഘടകം എന്നാണ്. മറ്റൊരു ഹദീസിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമൂഹം വരാനിരിക്കുന്നു. ആ സമൂഹത്തിൽ തിന്മകൾ നടമാടുമ്പോൾ പലരും മൗനം പാലിക്കും. ആ കാലഘട്ടത്തിൽ മൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, ആര് അത്തരം ആളുകളോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ആര് അത്തരം ആളുകളോട് തൻ്റെ നാവ് കൊണ്ട് പൊരുതുന്നുവോ അവനും മുഅ്മിനാണ്. ആര് വൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ആര് മറ്റുള്ളവരോട് ഹൃദയം കൊണ്ട് പോരാടുന്നുവോ, അതൊക്കെ ഓരോ കാറ്റഗറിയാണ്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ആ പറയുന്നത്. അതിന് പോലും തയ്യാറാകാത്തവരെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. ഫലൈസ വറാഅ ദാലിക ഹബ്ബതു ഖർദലിൻ മിൻ ഈമാൻ, അതിന് പോലും തയ്യാറാകാത്തവരുടെ മനസ്സിൽ കടുക് തരിയോളം പോലും ഈമാൻ ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്ക്. തിന്മകൾ നടക്കുന്നിടത്ത് ആ തിന്മകളോട് രാജിയാകുന്ന, അതിനോട് കൂടിച്ചേരുന്ന ഒരു ലോകത്ത് എത്രത്തോളം പ്രസക്തമാണ് ഈ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിലൊരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് വിവാഹത്തിന് മാത്രം, വിവാഹത്തിൻ്റെ മുമ്പേ തീരുമാനങ്ങളൊക്കെ അറിയിക്കണം. വിവാഹത്തിൻ്റെ ദിവസം ഒരു സീൻ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. വിവാഹം നടക്കാൻ പോകുന്ന അതുവരെ ഒന്നും മിണ്ടിയില്ല. വിവാഹത്തിൻ്റെ അന്ന് ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ കൂട്ടുകാരും എളാപ്പി മൂത്താപ്പി ബന്ധപ്പെട്ട കുറേ കോച്ചറായികളുണ്ടാവും. അവരൊക്കെ കൂടി ഇനി കടന്നു വരികയാണ് നമ്മളെ കല്യാണം നടത്തി തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അവിടെ നമ്മളൊരു സീൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് വിജയിക്കില്ല, വെറുതെ പ്രശ്നം ഉണ്ടാവലേ ഉള്ളൂ. സീനാകുന്ന രംഗത്തിൽ എത്തുന്നതിൻ്റെ മുമ്പ് രണ്ട് കുടുംബങ്ങളും മുശാവറ നടത്തണം. പെൺവീട്ടുകാരും ആൺവീട്ടുകാരും മീറ്റിംഗ് കൂടണം. മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു കൂട്ടരും പരസ്പരം ചർച്ച ചെയ്തിട്ട് പറയണം, ഇന്ന ഡേറ്റിൽ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നുവല്ലോ, നമ്മുടെ വിവാഹത്തിന് എന്തെല്ലാം ഉണ്ടാകണം, എന്തെല്ലാം ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ റസൂല് അനുവദിച്ചിട്ടുള്ള ഇസ്ലാമിൽ തെറ്റല്ലാത്തതെല്ലാം നമുക്ക് നടത്താം, തെറ്റുള്ളതെല്ലാം നമുക്ക് മാറ്റിക്കളയാം എന്ന തീരുമാനം നേരത്തെ എടുക്കണം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ ഒരു തീരുമാനം എടുക്കാതെ കല്യാണത്തിൻ്റെ അന്ന് പിന്നെ അവിടെ എന്ത് നടക്കണം, അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, അത് വഷളാവുകയുള്ളൂ. ഇതന്നെയാണ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ, എന്നാൽ പിന്നെ നമ്മളൊക്കെ ബന്ധപ്പെട്ടവരോട് പറയണം, ഞാൻ മരിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പറയാ, എഴുതി വെക്കേണ്ടി വന്നാൽ എഴുതി വെക്കുക, ഉപദേശിക്കേണ്ടവരോട് ഉപദേശിക്കുക. അതൊക്കെ പറഞ്ഞിട്ടും ചെയ്തോ, നമ്മളെ ഭാഗം ക്ലിയറാണ്, അത് നമ്മൾ ചെയ്യണം. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ വിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. സഹാബിമാരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകം വസിയത്ത് പത്രം എഴുതി കൊടുക്കുകയും ചെയ്യും. അന്ന് നിലവിലുണ്ടായിരുന്ന ദുരാചാരങ്ങളൊന്നും എൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യരുതേ എന്ന് വസിയത്ത് എഴുതി വച്ചിരുന്നു സഹാബിമാരെന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾ അറിഞ്ഞിട്ടും
അതിനെതിരെ ഒരു അക്ഷരവും പറയാതെ ഒരു മൗനസമ്മതത്തോടുകൂടെ ഇയാൾ മരിച്ചു പോയിട്ട് ഇയാളുടെ കുടുംബങ്ങൾ ഈ വിധത്തിൽ നിലവിളിച്ച് അട്ടഹസിച്ച് അങ്ങനത്തെ പ്രവർത്തനം ചെയ്താൽ അതുകൊണ്ടാണ് അയാൾ ശിക്ഷിക്കപ്പെടും. അതല്ലാത്ത നിലക്ക് അയാൾ ഒരു ഉത്തരവാദിയുമല്ലല്ലോ എന്നുള്ളതാണ് ഈ രണ്ട് ആയത്തിൻ്റെ വിഷയത്തിലും ഹദീസുകളുടെ വിഷയത്തിലും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചത്. ഇതാണ് ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത ഹദീസ്. وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس منا من ضرب الخدود وشق الجيوب ودعا بدعوى الجاهلية متفق عليه. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിക സൊസൈറ്റിയിൽ അവൻ മെമ്പറാകാൻ യോഗ്യനല്ല, യഥാർത്ഥ ഇസ്ലാമിക സൊസൈറ്റിയിലെ അംഗമാവാൻ അവൻ യോഗ്യനല്ല. എങ്ങനെയുള്ളവർ നമ്മിൽപ്പെട്ടവരല്ല? മൻ ലറബൽ ഹുദൂദ, കവളത്തടിക്കുന്നവൻ, വിലാപം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖത്തടിച്ചിട്ട് തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നവർ. ഹദ്ദിൻ്റെ ബഹുവചനാണ് ഹുദൂദ്. മൻ ലറബൽ ഹുദൂദ വശഖൽ ജുയൂബ, പോക്കറ്റ് മാറിലെ വസ്ത്രം പിച്ചിക്കീറുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. മൂന്നാമത് പറഞ്ഞതെന്താണ്? വദഅ, അവൻ വിളിച്ചട്ടഹസിക്കുന്നു. ദഅ, അവൻ വിളിച്ചട്ടഹസിക്കുന്നു. ബിദഅവൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അട്ടഹാസങ്ങളും വിളിച്ചു പറയലുകളുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആ രൂപത്തിൽ വിലാപം പ്രകടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊന്നും നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. മറിച്ച് ഇസ്ലാം ഒരു മരണവാർത്ത കേട്ടുകഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ആപത്തും ദുരിതവും വന്നാലും അവരെന്തു പറയുന്നവരാണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറ്റവും ബന്ധപ്പെട്ടവരുടെ മരണം നടന്നാലും അങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ, ശേഷം വരുന്ന ജീവിതത്തിൽ നീ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറ് തരണേ എന്നൊക്കെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവൻ്റെ മുസീബത്ത് കാരണം അവന് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ തിരികെ കൊടുക്കുകയും ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നോക്കണം നിങ്ങൾ, ഇതിൻ്റെ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സാന്ദർഭികമായ ഒരു വിഷയത്തിൽ ഒരു ചരിത്രം നടന്നിട്ടുണ്ട്. മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. അവരുടെ ഭർത്താവായ അബൂ സലമത്ത് വഫാത്തായി. അബൂ സലമ വഫാത്തായപ്പോൾ ഉമ്മു സലമ ബീവി എന്ത് ചെയ്തു? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് ബാധിച്ച മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ, വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറയാണ്, എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു അബൂസലമയേക്കാൾ ഖൈറായ ആരെ എനിക്ക് പകരം കിട്ടാനാ, എന്നാലും ഞാനത് പ്രാർത്ഥിച്ചു. കാരണം മുസ്തഫ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് ഉമ്മുസലമ ബീവിയെ അവരുടെ ഇദ്ദാകാലം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ വിവാഹം അന്വേഷിച്ചത് ആരായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അള്ളാഹിൻ്റെ റസൂലാണ് പിന്നെ ഉമ്മുസലമ ബീവിയെ കല്യാണം കഴിച്ചത്. അതാ മഹദി എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. ഞാനിത് പറയുന്ന കാലത്ത് ചിന്തിച്ചിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമം തിരികെ തരണേ എന്ന് പറയുമ്പോൾ അബൂസലമയേക്കാൾ ഖൈറായത് എന്താ എനിക്കൊരു ദുന്യാവിൽ കിട്ടാനുള്ളത് എന്ന്. പക്ഷേ മുസ്തഫയെ കിട്ടിയതിലൂടെ എൻ്റെ ആ സംശയത്തിന് നിവാരണമായി എന്ന്. അപ്പോൾ അള്ളാഹു നമുക്ക് നഷ്ടപ്പെട്ട എന്ത് രൂപത്തിലുള്ള നിഅമത്തുകളാണെങ്കിലും തിരികെ തരാൻ കഴിവുള്ളവനാണ്. മുസീബത്തുകളിൽ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും വലിയ പ്രതിഫലം നമുക്ക് നേടിത്തരുന്നതാണ്. നേരെ മറിച്ച് സഹിക്കവയ്യാതെ പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ അവിടെ തിന്മകളായി അവശേഷിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കതുകൊണ്ട് ദുന്യാവിലോ ആഖിറത്തിലോ ഒരു പ്രയോജനവും കിട്ടാനില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന പ്രതിഫലം നഷ്ടമാവുക കൂടി ചെയ്യുകയാണുണ്ടാവുക.
അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മരണം നടന്നിടത്തേക്ക് കയറി ചെന്നപ്പോൾ ആളുകൾ അട്ടഹസിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഖൈറിന് വേണ്ടിയല്ലാതെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കരുതേ. കാരണം മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു രോഗിയുടെ സമീപത്താവട്ടെ മയ്യത്തിൻ്റെ സമീപത്താവട്ടെ നമ്മൾ ഹാജരായാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് വേണ്ടത്. നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എന്താണ്? ആ മയ്യത്തിൻ്റെയോ രോഗിയുടെയോ സമീപത്ത് വെച്ച് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് സാധാരണ പ്രാർത്ഥനയേക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? മലായിക്കത്തുകൾ ആമീൻ പറയുന്ന ദുആയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ വ്യക്തമായിട്ടത് പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങളൊരു രോഗിയുടെയോ മയ്യത്തിൻ്റെയോ സമീപത്ത് ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യൂ? നന്മക്ക് വേണ്ടി ചോദിക്കണേ, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കാരണം മലക്കുകൾ നിങ്ങളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആമീൻ ചൊല്ലുന്ന സദസ്സാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം ജനാസ നടന്നെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നമ്മളിൽ പല ആളുകൾക്കും അതൊന്നും അറിയൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. വല്ലാത്തൊരർത്ഥമുള്ള ആശയമുള്ള ദുആയാണത്. അബൂ സലമയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. അബൂ സലമ വഫാത്തായി കിടക്കുമ്പോൾ നബിതങ്ങൾ കയറി ചെന്നിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. അപ്പോൾ നമ്മളും ഒരു ജനാസയുടെ അരികിൽ ചെല്ലുമ്പോൾ ആ ജനാസയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ ജനാസയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം, പുറത്തു കൊടുക്കണേ. ഉപോത്ബലകമായി നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ജനാസക്കരികിൽ നിന്നുകൊണ്ടൊരു കൂട്ടപ്രാർത്ഥന നടത്തി അൽഫാത്തിഹ വിളിക്കലല്ല അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള സംസ്കാരം. നമ്മളൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. രോഗിയെ കാണാൻ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, രോഗിയുടെ സമീപത്തും നല്ലതേ പറയാവൂ. രോഗിയുടെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു വാക്കുകൾ പോലും പറയരുത്. രോഗിക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന പ്രതീക്ഷയുടേതായ വാക്കുകളെ എപ്പോഴും പറയാവൂ. ഓരോ വാക്കുകളിലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്താ കാരണം? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ആരുണ്ട്? മലക്കുകളുണ്ട്. മലക്കുകൾ എന്ത് പറയുന്നുണ്ട്? ആമീൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രോഗിയുടെ കൂട്ടിനിരിക്കുന്ന ആളുകൾ, പരിചാരകരായിട്ടിരിക്കുന്നവർ, മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ സദാസമയം രോഗിയുടെ സമീപത്തുണ്ടാകുന്ന ആളുകളാണ്. അവരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സദസ്സാണിത് എന്ന്. അപ്പം അതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ വിരോധിച്ചല്ലോ. അതൊന്നും ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം വിലാപ പ്രകടനങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല. മറ്റൊരു ഹദീസ്, വഅൻ അബീ ബുർദത ഖാല വജിഅ അബൂ മൂസ ഫഗുശിയ അലൈഹി വറഅസുഹു ഫീ ഹിജ്രി ഇംറഅത്തിൻ മിൻ അഹ്ലിഹി ഫഅഖ്ബലത് തസീഹു ബിറന്നത്തിൻ ഫലം യസ്തതിഅ അൻ യറുദ്ദ അലൈഹാ ശൈഅ ഫലമ്മാ അഫാഖ ഖാല അന ബരീഉ മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ്സാലിഖ വൽഹാലിഖ വശാഖ മുത്തഫഖുൻ അലൈഹി. എന്താണ് ആ പറയുന്നത്? അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു പറയണം, വജിഅ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി രോഗിയായി. വജിഅ എന്ന് പറഞ്ഞാൽ വേദന പിടികൂടി എന്നാണ്. വജഅ എന്ന് പറഞ്ഞാൽ രോഗം, വേദന എന്നാണ് അർത്ഥം. വജിഅ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ രോഗിയായി എന്ന് മാത്രമല്ല, അത്
വലിയ രോഗത്തിലേക്കെത്തി, വല്ലാത്തൊരു ഘട്ടത്തിലേക്കെത്തി. ഫഗുഷിയ അലൈഹി, അദ്ദേഹം അബോധാവസ്ഥയിലായി. രോഗം ബാധിച്ച വേദന കൊണ്ട് അദ്ദേഹം എന്തായി? അബോധാവസ്ഥയിലായി. ആ സമയത്ത് വറഅ്സുഹു, അദ്ദേഹത്തിൻ്റെ തല ഫി ഹിജ്രി ഇംറഅത്തിൻ മിൻ അഹ്ലിഹി, ഭാര്യയുടെ മടിത്തട്ടിലാണ്. ഭാര്യയുടെ മടിത്തട്ടിൽ തല വെച്ചുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ അത് മരിച്ചു എന്ന് വിചാരിച്ചു. ബോധം പോയപ്പോൾ ഭാര്യ വിചാരിച്ചു ഇവർ മരിച്ചു. ഫഅഖ്ബലത് തസീഹു ബിറന്നത്തിൻ, അവർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. അതാണ് തസീഹു. ഫഅഖ്ബലത്ത്, അവർ ആരംഭിച്ചു. തസീഹു സ്വാഹ യസീഹു സൈഹതൻ, അട്ടഹാസത്തിനാണ് എന്താ പറയുക? തസീഹു. ബിറന്നത്തിൻ, അഥവാ ഈ വിലാപത്തിൻ്റെതായ വലിയ കരച്ചിൽ, ശബ്ദമുയർത്തിയിട്ടുള്ള കരച്ചിൽ അവർ തുടങ്ങി. ഫലം യസ്തതി, അദ്ദേഹത്തിന് സാധിച്ചില്ല അൻ യറുദ്ദ അലൈഹ ഷൈഅ, കാരണം ബോധമല്ലാതെ കിടക്കല്ലേ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബിക്ക് പറ്റൂലല്ലോ, ഇപ്പോൾ അത് മുണ്ടാതിരിക്കുന്നത് പറയാൻ പറ്റുമോ? ബോധമല്ലല്ലോ, എനിക്കതിന് പറ്റിയില്ല. ഫലമ്മാ ഫാഖ, ബോധം തെളിഞ്ഞപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയിൽ വന്നു, അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കാല, അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ ശാസിക്കുകയാണ്, അവിടെ കൂടിയവരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അനബരീഉൻ, ഞാൻ ഒഴിവാണ്. അനബരീ എന്ന് പറഞ്ഞാൽ, ബരീ എന്ന് പറഞ്ഞാൽ എന്താ? നിരപരാധിയാണ്. ബരീ അതിൽ നിന്നുള്ള ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്നൊക്കെ. അനബരീഉൻ, ഞാൻ ഒഴിവാണ്. മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഞാനും ഒഴിവാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബന്ധല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്? മിനസ്സാലിഖ. അസ്സാലിഖത്തു എന്താണ്? ഫുട് നോട്ട് കൊടുത്തോ നോക്കൂ. അസ്സാലിഖത്തു എന്ന് പറഞ്ഞാൽ അല്ലത്തി, അങ്ങനെയുള്ള പെണ്ണാണ്. തർഫഉ സൗതഹാ, അവളുടെ ശബ്ദം അവൾ ഉയർത്തുന്നു. ബിന്നിയാഹതി, വിലപിച്ച് കരഞ്ഞുകൊണ്ട്. വന്നദ്ബി, മരിച്ചാളുടെ സങ്കടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുമൊക്കെ ശബ്ദമിട്ട് കരയുന്നവൾക്കാണ് എന്തു പറയാ? സ്വാലിഖത്ത്. അത് നബി ഒഴിവായതാണ്. അവരിൽ നിന്ന് ഞാനും എന്താ? ഒഴിവ് പ്രഖ്യാപിക്കുന്നു. അതാണ് സ്വാലിഖത്ത്. വൽ ഹാലിഖത്ത്, അതും നമ്മൾ വിരോധിച്ചതാണ്. എന്താ ഹാലിഖത്ത് എന്ന് പറഞ്ഞാൽ? വൽ ഹാലിഖ, ഹാലിഖത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി തഹ്ലിഖു റഅ്സഹാ ഇൻദൽ മുസീബ, ദുഃഖപ്രകടനത്തിൻ്റെ പേരിൽ മുടി മൊട്ടയടിക്കുക. ജാഹിലിയ്യ കാലത്ത് അറബികൾ പെണ്ണുങ്ങളും മുടി മൊട്ടയടിക്കും സങ്കടം കൊണ്ട്. അവരിൽ നിന്നും ഇസ്ലാം ഒഴിവാണ്. അതൊക്കെ തനിച്ച ഹറാമാണ്. ഞാൻ അതിൽ നിന്നൊക്കെ ഇതാ ഒഴിവായിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞത് വശാഖ, ഷാഖത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി തശുഖു സൗബഹ, വസ്ത്രം കീറിപ്പറിക്കുക സങ്കടം കൊണ്ട്. അവരിൽ നിന്നും ഞാനും ഒഴിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ കുടുംബക്കാർ കേൾക്കേ ആര് ഉപദേശം കൊടുക്കുകയാണ്? മഹാനായ സ്വഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മുടെയും മനസ്സുകളിൽ ഉണ്ടാവണം. ഇന്നും നിലനിൽക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ അനുവദിക്കപ്പെട്ടതുണ്ടോ അതൊക്കെയും മാത്രം നമ്മളും പിന്തുടരുക. അല്ലാത്ത വിരോധിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഉപദേശിക്കേണ്ടവരെ ഉപദേശിക്കുക, വസിയത്ത് കൊടുക്കേണ്ടവർക്ക് വസിയത്ത് കൊടുക്കുക. സ്റ്റേണായി രംഗം കൈകാര്യം ചെയ്യേണ്ടിടത്ത് രംഗം മാവിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക. അതിനാരെയും ഭയപ്പെടേണ്ടതില്ല. അത് കുഴപ്പമുണ്ടാക്കലാണെന്ന് വിചാരിക്കേണ്ടതില്ല. കുഴപ്പമില്ലാതാക്കാനും സമാധാനം ഉണ്ടാക്കുവാനുമാണ് സർവോപരി ഇസ്ലാമികമായ സംസ്കാരങ്ങളും ആചാരങ്ങളുമൊക്കെ. എന്താണെന്ന് വരും തലമുറ മനസ്സിലാക്കണമെങ്കിൽ പറയേണ്ടത് പറയേണ്ടിടത്ത് പറഞ്ഞേ പറ്റൂ. പലയിടങ്ങളിലുമുള്ള നമ്മുടെ മൗനം പാലിക്കലാണ് പല ദുരാചാരങ്ങൾക്കും വളം വയ്ക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് കടമ നിർവഹിക്കണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കടുത്ത അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.